ഹായ് ഫ്രണ്ട്സ്, നമ്മൾ സീരീസ് 2-ൽ പഠിച്ച 4 സ്റ്റിച്ചസിൽ 2 സ്റ്റിച്ച് ഉപയോഗിച്ച് ഒരു ഷോർട്ട് ടോപ്പിൽ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു വെള്ള പേപ്പറിൽ 2.25 ഇഞ്ച് നെക്ക് വിഡ്ത്തും 6 ഇഞ്ച് നെക്ക് ഡെപ്തും കൊടുത്ത് ഒരു കഴുത്ത് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. അവിടെ മുകളിൽ നിന്ന് താഴേക്ക് ഓരോ ഇഞ്ച് അകലത്തിൽ ഓരോ വളഞ്ഞ വരകളും വരച്ചിട്ടുണ്ട്. അതങ്ങ് താഴെ വരെ വരച്ചിട്ടുണ്ട്. അവിടുന്ന് താഴോട്ടുള്ള അകലം 1/2 ഇഞ്ചാണ്. ഇത് കണ്ടോ? അങ്ങനെ ബാക്കിയുള്ള വളവുകളെല്ലാം വരച്ച് ഓരോ വളവിൻ്റെ അറ്റത്തായിട്ട് 3 ചെറിയ ഡിസൈൻസ് ഉണ്ട്. പുറകിൽ ഞാനൊന്നും വരച്ചിട്ടില്ല. അകത്തുതാ ഇങ്ങനെ ഒരു ഡിസൈനും കൂടെ കിടപ്പുണ്ട്. അത് ഞാൻ എങ്ങനെയാണ് വരച്ചെടുത്തതെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഡിസൈൻ നിവർത്തി വെച്ചിട്ട് ഒരു കാർബൺ പേപ്പർ എടുത്ത് 2ആയിട്ട് മടക്കി ആ ഇപ്പോൾ വെച്ച പേപ്പറിൻ്റെ നടുവിലേക്ക് ആ നടുക്ക് ഭാഗം മാറാതെ മടക്കി കൊടുക്കുക. എന്നിട്ട് മുകളിൽ നിന്ന് അതേ ഡിസൈൻ ഒന്നുകൂടെ പെൻസിൽ ഉപയോഗിച്ച് അമർത്തി വരച്ചു കൊടുക്കുക. ഇപ്പോൾ കണ്ടോ, അതേ ഡിസൈൻ 2 ഭാഗത്തായിട്ടും വന്നു കഴിഞ്ഞു. ഈ ഡിസൈൻ നമുക്ക് ഒരു തുണിയിലേക്ക് ട്രേസ് ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി തുണി നിവർത്തി വയ്ക്കുക. കാർബൺ പേപ്പറിൻ്റെ നല്ല വശം, അതായത് മഷിയുള്ള വശം തുണിയുടെ മുകളിലേക്ക് വരുന്ന രീതിയിൽ മുകളിൽ നിന്ന് 1 അല്ലെങ്കിൽ 1/2 ഇഞ്ച് താഴ്ത്തി ഈ ഡിസൈൻ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നടുക്ക് ഭാഗം മാറാതെ വേണം വെച്ച് കൊടുക്കാൻ. അങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള നെക്കിൻ്റെ ഇറക്കം എടുത്തു കൊടുക്കുക. 5 വയസ്സുള്ള ഒരു കുട്ടിയുടെ നെക്ക് ലെങ്തും നെക്ക് ഡെപ്തും അനുസരിച്ചാണ് നമ്മളിവിടെ ഡിസൈൻ റെഡിയാക്കി എടുക്കേണ്ടത്. അതിൽ കൂടുതലായാൽ വല്ലാതെ നെക്ക് വൈഡായി വൃത്തികേടായി പോകും. ഇതിപ്പോൾ നമുക്ക് 4 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഡിസൈൻ 1 ഇഞ്ച് കൂടെ മുകളിലേക്ക് പൊക്കി വെച്ച് വരച്ചെടുക്കാം. അങ്ങനെ ഒന്നും കൂടെ അളന്ന് നോക്കി അത് കൃത്യമാണെന്ന് പരിശോധിച്ച് ഒരു മുട്ടുസൂചിയോ അങ്ങനെ എന്തെങ്കിലും കുത്തി വെച്ച്, അതായത് തുണിയിലേക്ക് ചേർത്ത് പിൻ ചെയ്ത് വെച്ചാൽ ഈ ഡിസൈൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോകാതെ ചെയ്തെടുക്കാൻ സാധിക്കും. ആ ഡിസൈൻ അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കുക. ആദ്യമായിട്ടൊക്കെ ഡിസൈൻ ട്രേസ് ചെയ്യുന്നവർ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ ഡിസൈനിൻ്റെ ആ കാർബൺ പേപ്പറിൻ്റെ മഷി അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോകും. തുണിയിൽ അത് ഒരു വൃത്തികേടായിട്ട് നിൽക്കുകയും ചെയ്യും. അല്ലെങ്കിൽ എന്തെങ്കിലും കനമുള്ള എന്തെങ്കിലും വസ്തു അതിൻ്റെ മുകളിൽ വെച്ച്, അല്ലെങ്കിൽ ഒരു പേപ്പർ വെയിറ്റ് പോലുള്ള എന്തെങ്കിലും വെച്ച് ഡിസൈൻ മാറിപ്പോകാതെ ശ്രദ്ധിച്ചാലും മതി. ഞാനിതൊന്നും ചെയ്യുന്നില്ല. നേരിട്ട് ഞാനിങ്ങനെ തുണിയിലേക്ക് വരച്ചെടുക്കുകയാണ്. ഇനി ആ കാർബൺ മാറ്റി നോക്കിയാൽ നമ്മൾ വരച്ച ഡിസൈൻ അവിടെ കൃത്യമായിട്ട് പതിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ റിങ് എടുത്തിടാൻ നോക്കിയാലോ. മുകളിൽ നമുക്ക് തുണി ഇല്ലാത്തത് കൊണ്ട് നമ്മളൊരു തുണി വെച്ച് പിടിപ്പിച്ചാൽ മതി അവിടെ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പീസ് തുണി അവിടെ വെച്ച് പിടിപ്പിക്കാനായിട്ട് അവിടെ ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് ഒന്നുകിൽ തയ്ച്ച് പിടിപ്പിക്കാം, അല്ലെങ്കിൽ മെഷീനിൽ അടിച്ചെടുക്കാം. ഞാനിവിടെ തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ സാധാരണ മെഷീനിൽ ഉപയോഗിക്കുന്ന നോർമൽ ത്രെഡ് സൂചി കോർത്തെടുത്ത് തുണിയിലേക്ക് തയ്ക്കുകയാണ് ചെയ്യുന്നത്. അത് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ താഴെ നിന്ന് സൂചി മുകളിലേക്ക് എടുത്ത് ഒരു കൃത്യമായ ഒരു അകലം വിട്ട് വീണ്ടും തുണിയിലേക്ക് കുത്തിയെടുത്ത് അങ്ങനെ തുടർച്ചയായിട്ട് ചെയ്താണ് നമ്മളിത് ഈ തുണി 2 തുണിയുമായിട്ട് യോജിപ്പിക്കുന്നത്. ഈ സ്റ്റിച്ചിൻ്റെ പേരാണ് റണ്ണിങ് സ്റ്റിച്ച്. ഇത് നമ്മൾ ചുരിദാർ ലൈനിങ് ടോപ്പുകളൊക്കെ തയ്ക്കുമ്പോൾ തുണികൾ തമ്മിൽ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ഇടുന്ന സ്റ്റിച്ചാണിത്. എംബ്രോയ്ഡറിയിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഈ സ്റ്റിച്ച് തുണിയുടെ അറ്റം വരെ തയ്ച്ച് ഉറപ്പിക്കുക. ഇനി വലിയ ബലമൊന്നുമില്ല, നമ്മൾ അത്രയും വലിയ ബലത്തിൽ തയ്ക്കേണ്ട കാര്യവുമില്ല. ആ റിങ് അവിടെ ഇടാനായിട്ടുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ തുണി അവിടെ വെച്ച് പിടിപ്പിക്കുന്നത്. അങ്ങനെ ഞാൻ ആ ഫ്രെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിനി തയ്ക്കാൻ തുടങ്ങാം. ഞാൻ 2 നിറത്തിലുള്ള നൂലാണ് എടുത്തിരിക്കുന്നത്. ആങ്കറിൻ്റെ പച്ച കളറിലെ നൂല് 3.5 എടുത്ത് 2ആയി മടക്കി കെട്ടിട്ട് ഞാൻ ഇവിടെ ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ആ വളഞ്ഞിരിക്കുന്ന ഡിസൈനുകൾ കണ്ടോ, അതിനെ നമ്മൾ സ്കാലപ്പ് എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയുള്ള സ്കാലപ്പുകൾ ഫിനിഷായി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ സൈഡ് വഴി ഒന്നുകിൽ സോൾഡറിങ് അയൺ കൊണ്ട് ഉരുക്കിയെടുക്കുകയോ അല്ലെങ്കിൽ ചെറിയ കത്രിക ഉപയോഗിച്ച്
അതേ ഷേപ്പിൽ കട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മളതൊന്നും ചെയ്യുന്നില്ല. ഇങ്ങനെ തന്നെ തയ്ച്ച് ഫിനിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പലരും വിചാരിക്കുന്നത് ഒരുപാട് സ്റ്റിച്ചസ് പഠിച്ചെടുത്താൽ മാത്രമേ നമുക്കൊരു നെക്ക് ലൈനോ അല്ലെങ്കിൽ ഒരു സാരിയിലോ കുർത്തയിലോ ഒക്കെ വർക്ക് ചെയ്ത് എടുക്കാൻ പറ്റൂ എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഒരുപാട് സ്റ്റിച്ചസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വളരെ സിമ്പിളായിട്ട് 1-2 സ്റ്റിച്ചസ് നന്നായി പഠിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നോക്കിയേ, നമ്മൾ ആ ചെയിൻ സ്റ്റിച്ചിൻ്റെ ആ വളഞ്ഞതിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഭാഗത്തുനിന്ന് മുന്നിലേക്കാണ് നമ്മൾ സാധാരണ കുത്തുന്നത്. അങ്ങനെ മുന്നിലേക്ക് കുത്തി അവിടെ ഫിനിഷ് ചെയ്യുന്ന രീതിയിൽ കുത്തുക. അതിനുശേഷം നൂല് താഴേക്ക് വലിച്ചെടുത്തിട്ട് അതേ സ്റ്റിച്ചിനകത്തൂടെ തന്നെ തിരിച്ചെടുക്കുക ചെയ്യുന്നത്. നമ്മളങ്ങനെ തന്നെയാണ് പഠിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം. കാരണം അവിടെ വളവാണ്. ആ വളവിൻ്റെ അതേ ഷേപ്പിൽ വേണം മുകളിലേക്കെടുത്ത് സൂചി കുത്തിയെടുക്കാനും. അങ്ങനെ അത് ഫിനിഷ് ചെയ്യുക. എല്ലാ വളവിൻ്റെ അവസാന ഭാഗവും നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അങ്ങനെ അത് മുഴുവൻ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ വളവിൻ്റെ ആ കോർണറിൽ ലേസി ഡേസി സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഈ 2 സ്റ്റിച്ച് കൊണ്ട് തന്നെ ഈ ഒരു നെക്ക് ലൈൻ വളരെ മനോഹരമായിരിക്കും. നല്ല വൃത്തിയായിട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. ഒരുപാട് നൂല് പിടിച്ച് വലിക്കാതിരിക്കുന്നതാണ് നല്ലത്. നൂല് വല്ലാതെ മുറുകിപ്പോയാൽ സ്റ്റിച്ചിൻ്റെ ഭംഗി പോകും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച്, ക്ഷമയാണ് ഏറ്റവും വലിയ കാര്യം. ഇങ്ങനെയുള്ള സ്റ്റിച്ചസൊക്കെ പഠിച്ചെടുക്കാൻ ക്ഷമ നന്നായിട്ട് വേണം, ശ്രദ്ധയും വേണം. അങ്ങനെ നമ്മൾ ഈ സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്യുക. ഈ സ്റ്റിച്ച് ചെയ്യാനും ആങ്കറിൻ്റെ നൂല് തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് പിരിക്കാതെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. വലിയ അയ്യുള്ള സൂചിയാണെങ്കിൽ നമുക്ക് ആ 6 ഇഴ തന്നെ ഇട്ട് നേരിട്ട് അതേപടി തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഒരു വശത്തെ ഡിസൈൻ മുഴുവൻ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രെയിം മാറ്റിയിട്ട് കൊടുക്കണം അടുത്ത വശത്തെ ചെയ്യാനായിട്ട്. അങ്ങനെ ഞാൻ ഫ്രെയിം മാറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഡിസൈനും കംപ്ലീറ്റ് ആക്കി എടുക്കുക. എംബ്രോയ്ഡറി പഠിക്കാൻ വലിയ വലിയ ഡിസൈൻസിൻ്റെ ആവശ്യമില്ല. എന്നാലും മാർക്കറ്റിൽ ഇതുപോലുള്ള ഡിസൈൻസിൻ്റെ ബുക്ക് അവൈലബിൾ ആണ്. അതിൽ നിന്ന് നമുക്ക് ഡിസൈൻസ്, ചെറിയ ചെറിയ ഡിസൈൻസ് മതി ആദ്യമായിട്ടൊക്കെ തയ്ക്കുമ്പോൾ. മൽക്കോട്ടം പോലുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള തുണിയാണെങ്കിൽ ഡിസൈൻ്റെ മുകളിലേക്ക് തുണിയിട്ട് പെൻസിൽ കൊണ്ട് വരച്ചെടുത്താലും മതി. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബും ചെയ്യണേ. ബൈ.